ഒരു നിമിത്തം. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയുടേതായിട്ടുള്ള ഒരു ചെറിയ ഉപകാരം പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന് നൽകുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടതായ പ്രോത്സാഹനങ്ങളും ഉത്തേജനങ്ങളും നൽകി നമ്മോടൊപ്പം പ്രവർത്തിക്കുകയും ബഹുമാനപ്പെട്ട വികാരി അച്ഛന് വേണ്ടതായ എല്ലാ കൈത്താങ്ങൾ നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട കുര്യൻ സക്കറിയ അച്ഛനെയും നമുക്ക് വിസ്മരിക്കുവാൻ ഒക്കില്ല. ഈ രണ്ട് വൈദികരുമാണ് നമുക്ക് വേണ്ടതായ എല്ലാ നേതൃത്വങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിയത്. അദ്ദേഹത്തോടൊപ്പം തന്നെ ധാരാളം പേര് പ്രവർത്തിച്ചു എങ്കിൽ തന്നെയും നമുക്ക് പ്രാർത്ഥനാപൂർവമായ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ വളരെ സ്നേഹത്തോടു കൂടി ഈ സമയത്ത് സ്മരിക്കുകയാണ്. ഈ ഇടവകയുടേതായിട്ടുള്ള ഒരു ചെറിയ ഉപകാരം ബഹുമാനപ്പെട്ട അച്ഛൻ ഏറ്റുവാങ്ങണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ കുര്യൻ സക്കറിയ അച്ഛനും ഈ ഇടവകയുടേതായിട്ടുള്ള ഉപകാരം ഏറ്റുവാങ്ങണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കും. ഈ ദേവാലയത്തിൻ്റെ നിങ്ങളുടെ ഇടയശ്രേഷ്ഠനായിരിക്കുന്ന ബഹുമാനപ്പെട്ട വാഴക്കൽ ഏബ്രഹാം അച്ഛനെ ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകം എന്ന നിലയിൽ ഈ ഉപഹാരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട അച്ഛനെ നൽകട്ടെ. ബഹുമാനപ്പെട്ട കുര്യൻ സക്കറിയ അച്ഛൻ അദ്ദേഹത്തിൻ്റെ പിൻബലവും പിന്തുണയും എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഉണ്ടായി. അതും നിങ്ങളുടെ സ്നേഹം അദ്ദേഹത്തെയും ഈ നിലയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപകാരം നൽകത്തക്ക വണ്ണം നിങ്ങളുടെ ഈ തീരുമാനത്തെയും ഞാൻ അങ്ങേയറ്റം വിലമതിക്കുന്നു. ബഹുമാനപ്പെട്ട കുര്യൻ സക്കറിയ അച്ഛനും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായി ഉപകാരം ഞാൻ സമർപ്പിക്കുന്നു. ഒന്ന് രണ്ട് സമ്മാനങ്ങൾ കൂടി നൽകുവാനുണ്ട്. മനോഹരമായ ഈ ദേവാലയം വളരെ സന്തോഷത്തോടും ദൈവാശ്രയത്തോടും പൂർത്തിയാക്കിയത് ആർക്കിടെക്ട് ജേക്കബ് ചെറിയാൻ എറണാകുളവും അതുപോലെ മുഖ്യ കോൺട്രാക്ടറായി പ്രവർത്തിച്ചതായ ഉമ്മൻ കൊച്ചുമ്മൻ മാവേലിക്കര അസോസിയേറ്റ്സുമാണ്. ആർക്കിടെക്ട് ഇവിടെ വന്നിട്ടില്ല. അദ്ദേഹത്തിന് ഇന്നൊരു കല്യാണത്തിൽ പങ്കെടുക്കാൻ തക്കണം മദ്രാസിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ മനോഹരമായ ദേവാലയം നിർമ്മിക്കാൻ തക്കവണ്ണം അതിൻ്റെ കോൺട്രാക്ട് എടുക്കുകയും ഈ ദേവാലയത്തിലെ ആളുകളുമായിട്ട് ഇന്നും സ്നേഹത്തോടെ പ്രവർത്തിക്കുകയും കൃത്യസമയത്ത് തന്നെ മനോഹരമായി പൂർത്തീകരിക്കുകയും ചെയ്തതായ ഉമ്മൻ കൊച്ചുമ്മൻ അസോസിയേഷൻ്റെ മുഖ്യ ചുമതലക്കാരനായ കൊച്ചുമ്മനെ ഈ ചെറിയ ഉപകാരം സ്വീകരിക്കാൻ തക്കവണ്ണം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ കൊച്ചു പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ്, യുവാവാണ്. അദ്ദേഹത്തിന് ഈ സമ്മാനം ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ്. വളരെ മനോഹരമായ തടി സംബന്ധമായ ജോലികളൊക്കെയും ചെയ്ത് ഈ പള്ളിയെ സുന്ദരിയാക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രസാദ് പാത്താമുട്ടമാണ്. മുഖ്യ ആശാരി പ്രസാദ് പാത്താമുട്ടം ഈ പള്ളി മനോഹരമാക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. പള്ളിയുടേതായ ഉപകാരം സ്വീകരിക്കുന്നതിന് പ്രസാദിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉപകാരം വാങ്ങിക്കാം.
ഈ പള്ളിയുടെ ചീഫ് എഞ്ചിനീയറായി പ്രവർത്തിച്ചത് ജേക്കബ് സക്രിയ കാരിക്കുളമാണ്. ഈ ഇടവാംഗം തന്നെയാണ്. ദീർഘനാളുകൾ വിദേശത്ത് ജോലി ചെയ്തതിനു ശേഷം വിരമിച്ച് നാട്ടിൽ വന്നപ്പോൾ വളരെ സന്തോഷത്തോടെ ഈ പള്ളിയുടെ പൂർണ്ണ ചുമതല ഏറ്റെടുക്കുകയും മുഴുവൻ സമയം ഇവിടെ നിന്ന് ഈ പള്ളിക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പാരിതോഷികം ആവശ്യമില്ല, വാങ്ങിയെന്ന് എനിക്കറിയാം. എങ്കിലും പള്ളിയുടേതായ സ്നേഹത്തിന്റെ പ്രകടനമായിട്ട് പരിശുദ്ധ ബാബാ തിരുമേനി കൊണ്ട് പൊന്നാട് അണിയിച്ച് അദ്ദേഹത്തെ ആദരിക്കുകയും സ്നേഹം പങ്കുവെക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ അനുവാദത്തോടെ തുറന്നുള്ള കാര്യങ്ങൾ അറിയിക്കട്ടെ. അഭിയമ്യ ഇടമത്രാപുരത്ത ഇവാനൂസ് തിരുമേനി വളരെയധികം ആഗ്രഹിച്ചതായ ഒരു കാര്യമാണ് ഇന്ന് അത് പൂവണിഞ്ഞിരിക്കുന്നതായ സ്വപ്നം. തിരുമേനി ചുമതല ഏറ്റിട്ട് ഇപ്പോൾ 26 വർഷം കഴിഞ്ഞിരിക്കുന്നു. കോട്ടയം ഭദ്രാസനത്തിൻ്റെ ചുമതല. തിരുമേനിയുടെ ആദ്യ സന്ദർശനത്തിൽ തന്നെ തിരുമേനി പ്രസംഗം മധ്യേ പറഞ്ഞു, നമ്മുടെ ഈ പള്ളി കാലപ്പഴക്കം കൊണ്ട് ചെറുതായിപ്പോയി, കാലത്തിനൊത്ത് പുതുങ്ങേണ്ടത് ആവശ്യമാണ് എന്ന് പ്രഥമ സന്ദർശനത്തിൽ പ്രസംഗത്തിൽ പറഞ്ഞുവെങ്കിലും 10-26 വർഷക്കാലം കഴിഞ്ഞാണ് ആ തിരുമേനിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്. ഞാൻ പലപ്പോഴും തിരുമേനിയെ കാണുവാൻ ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പള്ളി സുന്ദരിയായോ എന്നാണ് ചോദിച്ചത്. കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ പള്ളി സുന്ദരിയായോ എന്ന് പറഞ്ഞാൽ വാകത്താനം പള്ളി സുന്ദരിയായിരിക്കണം എന്നുള്ളതായ ദർശനം അഭിയന്ന ഇവാനൂസ് തിരുമേനിക്കുണ്ടായിരുന്നു. ആ സ്വപ്നം ഇതിനെ പല കാര്യങ്ങളിലായി പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളിയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും വരുമ്പോൾ അതിൻ്റെ സൗന്ദര്യപരമായ കാര്യങ്ങൾക്ക് ഒരു കുറവും വരരുത് എന്ന് എല്ലാവരും ആഗ്രഹിച്ചു. അതിന് പ്രകാരം ചിന്തിച്ചു. ദൈവം സുന്ദരിയായ ഒരു ദേവാലയത്തെ വാഗത്തിനായി നൽകി എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. ഇതിനുവേണ്ടി അനേകം ആളുകൾ അധ്വാനിച്ചിട്ടുണ്ട്, ഭാരപ്പെട്ടിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. ദൈവം എല്ലാവരെയും ഈ ദേവാലയം മുഖാന്തരം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാവുന്നു ചെയ്യുന്നത്. ഇന്നലെയും ഇന്നുമായി നടന്നതായ കൂദാശകർമ്മം വളരെ അനുഗ്രഹ സമ്പൂർണ്ണമാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ ബാബാ തിരുമേനി കാണിച്ചതായ താല്പര്യം എത്രയോ അധികമെന്ന് തിരുമനസിന്റെ വാക്കുകളിലൂടെ, പരിശുദ്ധ ബാബാ തിരുമനസിന്റെ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. തിരുമേനി നമുക്ക് 1 നമ്പർ സർട്ടിഫിക്കറ്റാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായി കാര്യം നിർവഹിച്ചു എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് കൂടുതൽ പ്രവർത്തിക്കുവാനും കൂടുതൽ ആത്മീയമായിട്ട് വളരുവാനുള്ളതായ ഒരുക്കത്തിന്റെ അവസരമായി നാം കണക്കാക്കേണ്ടതാണ്. ദേവാലയം മൂലം നമ്മൾ വീണ്ടും അനുഗ്രഹം പ്രാപിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്ക ഇടയാകണം. അഭിയന്യ പരിശുദ്ധ ബാബാ തിരുമനസ് കൊണ്ട് ഈ ദേവാലയത്തെ എന്നും സ്നേഹിക്കുന്നു, നമ്മളെയൊക്കെയും കരുതുന്നു. ഇന്നലെയും ഇന്നുമായി നടന്നതായ കൂദാശകർമ്മത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ഇന്ന് വിശുദ്ധ ബലിയർപ്പിക്കുകയും പാരിതോഷികം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്ത പരിശുദ്ധ ബാബാ തിരുമേനിയോടെ വാകത്താനം ഇടവിക്കും വാകത്താനം ദേശത്തിനും പള്ളി ഇടവക്കാർക്കുള്ളതായ എല്ലാവിധമായ ഭക്തി ആദരവുകൾ, നന്ദികൾ പരിശുദ്ധ പിതാവിന് തൃപ്പാദങ്ങൾ ഞാൻ സമർപ്പിച്ചുകൊള്ളുന്നു. പരിശുദ്ധ ബാബാ തിരുമേനിയോടൊപ്പം ഈ കുദാശകർമ്മത്തിൽ പങ്കെടുത്ത് നമ്മെ അനുഗ്രഹിച്ചത് ഇടമത്രാപ്പെടുത്ത അഭിയന്യ ഗീവരീസ്മാർ ഈവാനൂസ് തിരുമനസ് കൊണ്ടും തിരുമേനി എപ്പോഴും സന്ദർശിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. തിരുമേനി അല്പം നേരത്തെ പോകേണ്ടതായ ആവശ്യമുള്ളതിനാൽ പോയി കഴിഞ്ഞു. അഭിയന്യ ഡോക്ടർ മാത്യൂസ്മാർ സേവരിയസ് തിരുമനസ് കൊണ്ട് ഇന്നലെയും ഇന്നുമായി നടന്ന കൂദാശകർമ്മത്തിൽ നമ്മെ അനുഗ്രഹിച്ചു. ഇന്നും നാളെ നടക്കുന്നതായ പെരുന്നാൾ ആഘോഷങ്ങളിലും തിരുമേനിയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അഭിയന്യ മാത്യൂസ്മാർ തേമോത്തിയോസ് തിരുമേനി, UK യൂറോപ്പ് ഇടവകയുടെ അഭിയന്യ ഡോക്ടർ മാത്യൂസ്മാർ തീമോത്തിയോസ് തിരുമേനി, ചെന്നൈ ഭദ്രാസനത്തിന്റെ അഭിയന്യ ഡോക്ടർ യൂഹാനമോ ദിയസ്കുറോസ് തിരുമേനി, നിലയ്ക്കൽ ഇടവകയുടെ അഭിയന്യ ജോഷോമാർ നിക്കോദിമോസ് തിരുമേനി തുടങ്ങിയ പിതാക്കന്മാരാണ് ഈ കൂദാശകർമ്മത്തിൽ സംബന്ധിച്ച് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഈ പിതാക്കന്മാർക്കൊക്കെയും നമ്മളുള്ളതായ സ്നേഹവും വാത്സല്യവും ഒന്നുകൊണ്ട് മാത്രമാണ് ക്ഷണിച്ചപ്പോൾ സദയം കടന്നു വരികയും ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ദൗത്യം നിർവഹിച്ച് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തത്. ഈ പിതാക്കന്മാരുള്ള നന്ദി പ്രത്യേകമായിട്ട് സമയത്ത് അർപ്പിക്കുകയും നിങ്ങളുടേതായ പ്രാർത്ഥന ഞങ്ങൾക്കെന്നും ആവശ്യമാകുന്നു എന്ന കാര്യം ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. ഈ ദേവാലയ നിർമ്മാണത്തിനും പൂർത്തീകരണത്തിനും ഇടവകയിൽ തന്നെ പെട്ടതായ അനേകം ആളുകളുടേതായ അത്യുദ്ധാനം ഉണ്ടായിരുന്നു. പേരെടുത്ത് പറയാൻ തക്കവണ്ണം അനേകരുണ്ട്.
അതിൻ്റെ കമ്മിറ്റി തന്നെ 100-ലധികം പേർ ഉൾക്കൊള്ളതായ കമ്മിറ്റിയാണ്. എങ്കിൽ 1-2 പേരുടെ പേരുകൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് കൃത്യവിലോപമാകും. ഈ പള്ളിയുടെ മുഖ്യ ചുമതല വഹിച്ചുകൊണ്ട് 101 അംഗ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ചത് ജേക്കബ് ജോൺ വെട്ടിയിലാണ്. അദ്ദേഹം ചെറുപ്പകാലം മുതൽ തന്നെ ഒരു നല്ല കോൺട്രാക്ടറാണ്. മാത്രമല്ല ദേവാലയങ്ങളും സഭാസംബന്ധമായ പല സംരംഭങ്ങളും അദ്ദേഹം ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. കോട്ടയം മറയിലിയ കത്തീഡ്രൽ, പാമ്പാടി ദേറ കത്തീഡ്രൽ, ഇതൊക്കെയും അദ്ദേഹം 10 വർഷങ്ങൾക്ക് പുറകിൽ നിർമ്മിച്ചതായ ദേവാലയമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തം ദേവാലയം നിർമ്മിക്കാമെന്നൊക്കെ വേണം അദ്ദേഹത്തെ ചുമതല ഏൽപ്പിച്ചപ്പോൾ കമ്മിറ്റിക്കാർ അദ്ദേഹം നിർബന്ധിച്ച് ഏൽപ്പിക്കുകയായിരുന്നു. അദ്ദേഹം നോ പറഞ്ഞില്ല, ഏറ്റു. ആ സ്വന്തം ദേവാലയം പണിതപ്പോൾ നേരത്തെ ദേവാലയങ്ങൾ പണിതതിൻ്റെ എല്ലാ കുറവുകളും തീർക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായ ശ്രദ്ധയും ഒരുക്കവും താല്പര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ മറ്റു ദേവാലയങ്ങൾക്ക് സ്വന്തം ദേവാലയത്തിൻ്റെ നിർമ്മിതിക്ക് അദ്ദേഹം താല്പര്യം കാണിക്കുകയും ആ കാര്യങ്ങൾ ഞങ്ങളുമായിട്ടൊക്കെയും ചർച്ച ചെയ്യുകയും ഈ നിർമ്മാണം പൂർത്തീകരണത്തിന് ഇത്രയും മനോഹരമാക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. മാത്രമല്ല കമ്മിറ്റി ഞങ്ങളെയൊക്കെയും ഒരുമിച്ച് നിർത്തുവാനും അവർക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുവാൻ തക്കവണ്ണം അദ്ദേഹം പരിശ്രമിച്ചു എന്ന കാര്യം ഈ സമയത്ത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. സാമ്പത്തികമായ കാര്യങ്ങൾ ഒക്കെയും ഭംഗിയായി കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ജനങ്ങൾക്ക് യാതൊരു വിധമായ സംശയങ്ങൾക്കോ കണക്ക് ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടാകാതിരിക്കേണ്ടത് ആവശ്യമാണ്. 2 പേരാണ് സാമ്പത്തികമായ കാര്യങ്ങൾ ഇതിലൂടെ കൈകാര്യം ചെയ്തത്. സാമ്പത്തികമായ കാര്യങ്ങൾ വരുന്നതിന് കണക്കുകളൊക്കെയും ഭംഗിയായി നിർവഹിച്ചത് പാപ്പച്ചൻ വർഗീസ് കാരായിൽ ഫൈനാൻസ് കൺവീനറായി പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ട്രഷററായി പ്രവർത്തിച്ചത് സ്റ്റീഫൻ ജേക്കബ് ഓണാട്ടുമാണ്. ഈ 2 പേരോടും കണക്ക് സംബന്ധമായ കാര്യങ്ങൾ എപ്പോൾ ചോദിച്ചാലും ആര് ചോദിച്ചാലും തുറന്നൊരു പുസ്തകമായി എപ്പോഴും പറയത്തക്കവണ്ണം റെഡിയായിരുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ 3 വർഷത്തെ ചരിത്രമാണ്. കമ്മിറ്റി കൂടുമ്പോഴാകട്ടെ അല്ലാതെ കൂടുമ്പോഴാകട്ടെ എത്ര രൂപ വരവുണ്ട്, എത്ര രൂപ ചെലവുണ്ട്, എത്ര രൂപ മിച്ചമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിക്കുന്ന നിമിഷം തന്നെ പറയത്തക്കവണ്ണം അവർ റെഡിയായിരുന്നു. അത് അവരിലുള്ളതായ വിശ്വാസ്യതയും കമ്മിറ്റിയിലുള്ളതായ വിശ്വാസ്യതയും വർദ്ധിക്കുകയും അനേകം ആളുകൾ നന്നായി അതിനോട് സഹകരിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഈ 2 വ്യക്തികൾ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്ന കാര്യം ഓർപ്പിക്കട്ടെ. അതോടൊപ്പം തന്നെ കെ എ കുര്യൻ കൊച്ചേരിയാണ് അതിൻ്റെ മുഖ്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചത്. കഴിഞ്ഞ 3 വർഷക്കാലത്തെ മിനിറ്റ്സുകളൊക്കെയും ഭംഗി എഴുതുന്നതിനും അത് ക്രോഡീകരിക്കുന്നതിനും വായിക്കുന്നതിനും ഫലവത്തായി അത് സമൂഹത്തെ അറിയിക്കുന്നതിനും ഒക്കെയുമായിട്ട് അദ്ദേഹം വളരെയധികം അധ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കമ്മിറ്റി കൺവീനറുമായിട്ട് ഒരു നീണ്ട നിരയുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയേണ്ടതാണ്. ഞാൻ പെരുന്നാൾ ദിവസം അതിന് പുറകിലോ പറഞ്ഞുകൊള്ളാം. കാരണം ഞാൻ നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പിതാക്കന്മാർക്കൊക്കെയും പോകേണ്ട ധൃതിയുണ്ട്. കമ്മിറ്റി കൺവീനർമാരൊക്കെയും വളരെ അധ്വാനം ചെയ്തു. 101 അംഗ കമ്മിറ്റി എല്ലാ മാസവും ഭവനങ്ങൾ പോയാണ് ദശാംശ പിരിവ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഓരോ മാസവും പള്ളിയിലെ 5 ലക്ഷം രൂപ, 6 ലക്ഷം രൂപ, ഈ കഴിഞ്ഞ മാസം തന്നെ 15 ലക്ഷം രൂപയാണ് ഈ 101 അംഗ കമ്മിറ്റി അംഗങ്ങൾ പിരിച്ച് പള്ളിയിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ തുറന്നു പറയട്ടെ, പണം ചോദിക്കുവാൻ തക്കവണ്ണം എനിക്ക് ഈ പള്ളിയിൽ നിന്ന് പോകേണ്ട ആവശ്യം പോലും ഉണ്ടായിട്ടില്ല. ഒരു വീട്ടിൽ പോലും പോയി പണം തരണമെന്ന് ചോദിച്ചിട്ടില്ല. ഒരു മുഖം പോലും കറുത്ത് ഇരിപ്പാൻ തക്കവണ്ണം ഞാൻ ഇടയായിട്ടില്ല. കാരണം പണം പിരിക്കുവാൻ തക്കവണ്ണം ഈ കമ്മിറ്റിക്കാർ വളരെ ഉത്സാഹിച്ചു. തീർച്ചയായിട്ടും ആ പ്രവർത്തനങ്ങൾക്ക് ദൈവം തമ്പുരാൻ സമൃദ്ധമായ കൃപകളാൽ അവരെയും അവരുടെ കുടുംബങ്ങളെയും നൽകിയ വ്യക്തികളെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ളതായ ഒരേ ഒരു പ്രാർത്ഥന മാത്രമാണ് എനിക്ക് ഈ സമയത്ത് സമർപ്പിക്കുവാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ആരാധനയിൽ സഹകരിച്ച് നമ്മെ അനുഗ്രഹിച്ചതായ അഭിയന്യ റംബാച്ചന്മാർ, അഭിയന്യ കോർപ്പിസ്കോപ്പന്മാർ, വൈദികർ, വൈദിക സെമിനാരിയിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഗായക സംഘത്തിന് ആവശ്യമായ നേതൃത്വം കൊടുത്തതായ വൈദിക സെമിനാരിയിലെ ശ്രുതി സ്കൂളിൻ്റെ MP ജോർജനും മറ്റ് തോമസും മറ്റ് ടീം അംഗങ്ങളും, അതുപോലെ ഇന്ന് ഗാനങ്ങളൊക്കെയും ആലപിച്ച് നമ്മെ അനുഗ്രഹിച്ചതായ കോനാട്ട് ജോൺസ് എബ്രഹാച്ചൻ വൈദിക ട്രസ്റ്റിയാണ്. അങ്ങനെ ഇതുമായി സംബന്ധിച്ച് അനുഗ്രഹിച്ച എല്ലാവരോടും ഉള്ളതായ നന്ദി ഒറ്റവാക്കിൽ അറിയിക്കുന്നതോടൊപ്പം ഈ കൂദാശ കാര്യങ്ങളൊക്കെയും അതിൻ്റെ പുറം ഭാഗങ്ങളൊക്കെയും ഭംഗിയാക്കുന്നതിന് എത്രയോ അധികം ആളുകൾ ആശംസകളും പ്രോത്സാഹനങ്ങളും പരസ്യങ്ങളും നൽകി നമ്മെ സഹായിച്ചു എന്നുള്ളത് നമ്മൾ 1 കിലോമീറ്റർ ദൂരം പടിയിരക്കട വരെ ഒന്ന് പോയാൽ മതി. നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ അനേകം ആളുകൾ ഈ കൂദാശയ്ക്ക് വേണ്ടി ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ പത്രത്തിലൂടെയും പ്രസിദ്ധീകരണത്തിലൂടെയും കമാനങ്ങൾ വഴിയായിട്ട് നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ദേവാലയത്തിൻ്റെതായ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്.
ഇപ്പോൾ 4 പിതാക്കന്മാർ കുരിശുമുത്തിക്കാൻ തക്കവണ്ണം ക്രമീകരണം ചെയ്തിട്ടുണ്ട്. കുരിശുമുത്തി ഇറങ്ങുമ്പോൾ എല്ലാവർക്കും സ്നേഹസദ്യ ക്രമീകരിച്ചിരിക്കുന്നു. 10 കൗണ്ടറുകളായിട്ട് അവിടെ ആഹാരം വിതരണം ചെയ്യുന്നതാണ്. ആഹാരം കഴിപ്പാൻ ധൃതിയൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഇടവകക്കാരായ ആളുകൾ അല്പം ഒന്ന് കഴിഞ്ഞേ അങ്ങോട്ട് ചെല്ലാവുള്ളൂ. അതിഥികളായി വന്ന ആളുകൾ ആദ്യം ഒന്ന് ഭക്ഷണം കഴിക്കട്ടെ, അതിനുശേഷം നിങ്ങൾ സാവധാനം ഭക്ഷണം കഴിക്കണം. എല്ലാവർക്കും സമൃദ്ധിയായി നൽകത്തക്കവണ്ണം ആഹാരം ക്രമീകരിച്ചിട്ടുണ്ട്. ബുഫേ ആയിട്ടാണ് ക്രമീകരിക്കുന്നത്. നിങ്ങളെല്ലാവരും അതിൽ സഹകരിക്കണം. ഇന്ന് വൈകുന്നേരം പെരുന്നാൾ സന്ധ്യാനമസ്കാരമാണ്. അഭിയന്ന സേവറിയസ് തിരുമനസിന്റെ മുഖ്യ കാർമ്മത്തിൽ 6 മണി സന്ധ്യാനമസ്കാരവും തുടർന്ന് പെരുന്നാളിൻ്റെതായ ശുശ്രൂഷകളുമുണ്ട്. നാളെ രാവിലെ 7:30 മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും അഭിയന്യ സേവറിയസ് തിരുമനസുകൊണ്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. പുതിയ പള്ളിയിൽ 5 കുർബാനയാണ് നാളെ നടത്തപ്പെടുന്നത്. എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാവുന്ന കാര്യം പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. അത് കുഴപ്പമില്ല പറയണ്ട. ഞാൻ പറയുന്ന മുറയ്ക്ക് മാത്രമേ എഴുന്നേറ്റ് വരാവുള്ളൂ കുരിശുമുത്താൻ തക്കവണ്ണം. പിതാക്കന്മാർ വന്നു നിൽക്കുമ്പോൾ നിങ്ങൾ സാവധാനം മാത്രം എഴുന്നേക്കണം. എല്ലാവരും ഒരുമിച്ച് എഴുന്നേക്കരുത്. കുറേശ്ശെ, സമയമൊന്നും ആയിട്ടില്ല, ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല. വന്യരായ വൈദിക ശ്രേഷ്ഠർക്കും സെമിനാരി വിദ്യാർത്ഥികൾക്കൊക്കെയുമായിട്ട് ഭക്ഷണക്രമം